എല്ലാവർക്കും നമ്മുടെ ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 15 ഡേയ്സ് ക്ലിയർ സ്കിൻ ചലഞ്ചിന്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്കിൻ ലൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. ഇത് നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറ്റാനും പിഗ്മെന്റേഷൻ മാറ്റാനും ഡാർക്ക് സ്പോട്ട്സ്, ഏജ് സ്പോട്ട്സ് ഇതൊക്കെ മാറ്റി സ്കിന്നിനെ ക്ലിയർ ആക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും സഹായിക്കുന്ന ഒരു അമേസിംഗ് ഫേസ് പാക്ക് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് കുക്കുംബർ ആണ്, അല്ലെങ്കിൽ സാലഡ് വെള്ളരി, കക്കിരി എന്നൊക്കെ പറയും. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഒക്കെ വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ക്യാരറ്റ് ആണ്. ഇത് സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യാനായിട്ട് അടിപൊളി ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ മാറ്റാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഒക്കെ ഈ ക്യാരറ്റ് നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് പൊട്ടാറ്റോ ആണ്. ഇത് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, ഏജ് സ്പോട്ട്സ് ഇതൊക്കെ മാറ്റി സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കാനായിട്ട് പൊട്ടറ്റോ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മൂന്നും ഈക്വൽ അളവിൽ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ CCP ഫേസ് പാക്ക് എന്ന് പറയുന്നത്. കുക്കുംബർ, ക്യാരറ്റ്, പൊട്ടാറ്റോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുമിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ശേഷം ഇത് ഒരു തുണിയിലോ അരിപ്പയിലോ വെച്ചിട്ട് ഇത് അരിച്ചിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് എടുക്കുക. അപ്പൊ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തുമാത്രം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്ക് ആണെന്ന്. ഇനി നമ്മൾ ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്കിത് പല രീതിയിൽ സ്റ്റോർ ചെയ്യാം. ഫസ്റ്റ് ഇതൊരു കണ്ടെയ്നറിലാക്കിയിട്ട്, ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. ഇനി ഇത് ഉപയോഗിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഐസ് ക്യൂബ് എടുത്തിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇത് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫേസ് പാക്ക് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഷീറ്റ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഷീറ്റ് മാസ്ക് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഈ ജ്യൂസ് എടുത്തിട്ട് CCP ജ്യൂസ് എടുത്തിട്ട് ഇതിലേക്ക് ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് നമ്മുടെ ഫേസിലേക്ക് വെച്ചു കൊടുത്താൽ അതും വളരെ ഇഫക്റ്റീവാണ്. ഇനി ഇത് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ പാക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേസ് വേണമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പൗഡർ വേണമെങ്കിലും എടുക്കാം. അതായത് ഏത് പൗഡർ ഫോമിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലിക്വറൈസ് പൗഡറും ഫ്ലാക്സ് സീഡിൻ്റെ പൗഡറുമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇത് ചോയ്സ് ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് കടലമാവ് എടുക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം, അല്ലെങ്കിൽ പയറുപൊടി എടുക്കാം, അരിപ്പൊടി എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ 2 ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ അളവിൽ എടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ ലിക്വറൈസ് പൗഡർ ആണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറ്റാനും അതുപോലെ തന്നെ സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യാനും സ്കിന്ന് നല്ല ഗ്ലോ തരാനും പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ആക്കി കൊണ്ടുവരാനും ഒക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡിന്റെ പൗഡർ, ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും സ്കിൻ ടൈറ്റൻ ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചില്ലേ CCP ജ്യൂസ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര്. ഈ നാരങ്ങാനീര് സ്യൂട്ട് ആകാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പോൾ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യാം. ഷീറ്റ് മാസ്ക് ആയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ആ ഒരു ഫ്ലാക്സ് സീഡ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചിങ്ങനെ തിക്കായിട്ട് വരും ഇത്. അപ്പോൾ കുറച്ചുകൂടെ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഫേസ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചെയ്ത ആ ഒരു ഗ്രീൻ ഗ്രാമിൻ്റെ ക്ലൻസർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫേസ് പാക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ നന്നായിട്ട് ഈവൻ ആവും. കണ്ണിന് താഴെയുള്ള ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മാരേജ് ഒക്കെ ഉറച്ചു നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഡെയിലി ഒരു പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാക്കാണ്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിനു ശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം.
ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഒരു ജ്യൂസ് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷൻ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.